നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം ജ്യോതിഷപരമായ ഒരു വിഷയമല്ല. ഞാനിന്ന് പറയുന്നു, ഞാനിന്ന് കേരളത്തിന്റെ പൊതുവായ ഒരു വിഷയമാണ് ഞാനിന്നിവിടെ ഈ വീഡിയോയിൽ നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത്. 2026 കേരളം ആര് ഭരിക്കും എന്ന ഒരു രാഷ്ട്രീയ വിഷയമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. 2026 ഇപ്പോൾ ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അതായത് ജനങ്ങൾ പല വിധത്തിൽ ചിന്തിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പോൾ രാഷ്ട്രീയപരമായി വളരെ അധികം ഉത്ബുദ്ധരായിട്ടുള്ള ഒരു ജനങ്ങളാണ് ഈ കേരളത്തിലുള്ളത്, ഇല്ലേ? മറ്റ് സ്റ്റേറ്റുകളെ പോലെയുള്ള ഒരു ജനങ്ങളല്ല നമ്മുടെ കേരളത്തിലുള്ളത്. തീർച്ചയായിട്ടും അവർ നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നവരും അതേപോലെ പല രാഷ്ട്രീയ വിഷയങ്ങളിൽ താല്പര്യമുള്ളവരും ഇനി രാഷ്ട്രീയ വിഷയങ്ങളിൽ താല്പര്യമില്ലാത്തവരും എന്നാൽ പ്രബുദ്ധരുമാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ. അപ്പൊ ഈ കേരളത്തിലെ ജനങ്ങൾ ആർക്ക് തുടർഭരണം കൊടുക്കും എന്ന ഒരു ചിന്തയാണ് ചിന്തയിലുള്ള ഒരു വിഷയമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കേരളം ആര് ഭരിക്കും? UDF ആണോ, അല്ലെങ്കിൽ LDF ആണോ, ഇനി അതല്ലെങ്കിൽ BJP ആണോ? ആരാണ് ഈ കേരളം അടുത്ത് 2026 ഭരിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയാം. എന്നെ ആരും ഒരു രാഷ്ട്രീയക്കാരനായിട്ട് കാണരുത്. കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. അപ്പോ രാഷ്ട്രീയപരമായ ഒരു ചിന്താഗതിയിൽ വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്നുള്ള വിചാരം ആരും വേണ്ട. എന്നാൽ ഇതിലെ ചില ഉള്ളടക്കങ്ങൾ കേട്ടാൽ എന്നെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് വിലയിരുത്തി ചിലർ ചിന്തിച്ച് എന്ന് വരും. എന്നെ അതിനനുസരിച്ച് അവർ നെഗറ്റീവ് കമന്റ് ഇട്ടെന്നും വരും. ഞാനതൊന്നും കണക്കാക്കുന്നില്ല. കാരണം ഒരു ജ്യോത്സ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പൊതുവായി ജനങ്ങളോട് ഇടപെടുന്ന ഒരാളെ സംബന്ധിച്ച് അവർ ജനങ്ങളുടെ പൾസ് അറിഞ്ഞവനായിരിക്കും, ജനങ്ങളുമായി കൂടുതൽ ബന്ധമുള്ള ആളായിരിക്കും. ഒരു ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ഒരു ദിവസം പല ആൾക്കാരായിട്ട് ബന്ധപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പല വിധത്തിലുള്ള കാര്യങ്ങൾ, ഊഹാപോഹങ്ങൾ, അങ്ങനെയുള്ള പല നിരവധി കാര്യങ്ങളെല്ലാം ഒരു ജ്യോത്സ്യന്മാർക്ക് അറിയാൻ കഴിയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അല്ലാതെ എന്നെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് നിങ്ങൾ ഒരിക്കലും കാണണ്ട. അങ്ങനെ കണ്ട് എന്നെ കല്ലെറിയുകയും വേണ്ട കേട്ടോ. അത് ആമുഖമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അപ്പൊ കേരളം ഇന്ന് നമ്മുടെ പഴയ കേരളമല്ല, അല്ലേ? ആണോ? കേരളം ഇന്ന് നമ്മുടെ പഴയ കേരളമല്ലല്ലോ. ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് കേരളം ഇന്നത്തെ കേരളമായി മാറിയത്, ഇല്ലേ? ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. സാധാരണ കേരളം ഭരിക്കുന്നത് ആരാണ്? സാധാരണ കേരളം 5 വർഷം ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കും, അല്ലേ? സാധാരണ കേരളം ഭരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി 5 വർഷം. അപ്പോൾ ഒരു പാർട്ടി 5 വർഷം ഭരിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ തുടർ ഭരണം 5 വർഷത്തേക്ക് മറ്റ് പ്രതിപക്ഷ പാർട്ടിക്കാണ് കൊടുക്കുന്നത്, ഇല്ലേ? അതാണ് സാധാരണ ജനങ്ങൾ ചെയ്യുന്നത്. അപ്പൊ പിന്നീട് ഇപ്പൊ ഭരിക്കുന്നവർ മാറി പിന്നീട് ഭരിക്കുന്ന ഒരു അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് ഭരണം കേരളത്തിലെ ജനങ്ങൾ കൽപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പോ ഇപ്പോഴത്തെ ഈ ഭരണസമിതി ഭരിക്കുന്നത് ഒരു 10 വർഷമായി സ്ഥിരമായി 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് LDF സർക്കാരാണ്. അതായത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരാണ്. അപ്പൊ കേരളത്തിലെ ഇങ്ങനെ സ്ഥിരമായ ഒരു സംവിധാനം നേരത്തെ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 5 വർഷം കൂടുമ്പോൾ ഭരണം മാറും. അപ്പൊ ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് ഒരാൾ തന്നെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മുന്നണിയുടെ നിയന്ത്രണത്തിൽ കേരളത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്.
അവർ തന്നെ ഇപ്പോൾ 3ാം ഭരണത്തിലേക്ക് കയറാനും ഉദ്ദേശിക്കുന്നു. ആര്? ഈ LDF-കാര് 3ാം ഭരണത്തിലേക്കും കയറാൻ ഉദ്ദേശിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇപ്പോൾ പ്രതിപക്ഷത്ത് 10 വർഷമായി കാത്തിരിക്കുന്നവര് അവര് അടുത്ത ഭരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്ത ഭരണം അവർക്ക് കിട്ടും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഈ പ്രതിപക്ഷം. ഇപ്പൊ 10 വർഷമായിട്ട് അവര് പ്രതിപക്ഷത്തിരിക്കുകയാണല്ലോ. അപ്പോ പ്രതിപക്ഷത്തിരിക്കുന്ന 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ മുന്നണിക്കാർക്ക് ഇപ്പോൾ അടുത്ത ഭരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയും അവര് വെച്ചു പുലർത്തുന്നുണ്ട്. അപ്പോ ഇവിടെ ഞാൻ പറയുന്നത് മറ്റ് സ്റ്റേറ്റുകളെ പോലെയല്ല നമ്മുടെ കേരളം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങൾ പ്രബുദ്ധരായവരാണ്. ഇവിടുത്തെ വോട്ടർമാരും പ്രബുദ്ധരായവരാണ്. ഞാനിത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. കാരണം എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നിങ്ങളിത് കാണുന്നവര് മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ ചാനലിനത് ഗുണകരമാണ്. അപ്പൊ ഈ വിഷയം ഞാൻ ഒരു ഇടക്ക് നിങ്ങളോട് സൂചിപ്പിച്ചു എന്ന് മാത്രമുള്ളൂ. അപ്പൊ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയാൽ അത് ജയിക്കുന്ന കാലം മാറി. കേരളം പുതിയതായിട്ട് ചിന്തിച്ചു. കാരണം പുതിയ ജനറേഷൻ വന്നു കേരളത്തിൽ, ഇല്ലേ? പുതിയതായിട്ട് പല കാര്യങ്ങളും പുതിയ ജനറേഷൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേരളം, അല്ലേ? ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിനെ കൊണ്ട് നിർത്തിയാൽ ഇവിടെ ഞങ്ങളുടെ സ്ഥിരം കോട്ടയം അല്ലെങ്കിൽ സ്ഥിരം ഞങ്ങൾ ജയിച്ചു വരുന്ന സ്ഥലമാണ്, ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ആരെ നിർത്തിയാലും ഞങ്ങളുടെ പാർട്ടി ജയിക്കും എന്നുള്ള ഒരു ചിന്താഗതി LDF-ഓ UDF-ഓ വെച്ചു പുലർത്തിയിട്ട് ഒരു കാര്യമില്ല. കാരണം പുതിയ തലമുറ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കേരളം കടന്നു പോകുന്നത്. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്ര ശതമാനം വോട്ട് ഉണ്ട് എന്ന് ഇപ്പൊ കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. എന്നാൽ അവരുടെ കണക്ക് പ്രകാരം ഓരോരുത്തർക്കും അവരുടെ കണക്കുകൾ അനുസരിച്ച് ഇത്ര ശതമാനം വോട്ടുണ്ട് എന്ന് അവർ കണക്കൂട്ടി വെച്ചിട്ടുള്ളവരാണ്. ഈ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും മറ്റ് BJP-ക്കാരാണെങ്കിലും എല്ലാവർക്കും അവരെ ഒരു ഇലക്ഷൻ കഴിയുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഒരു കണക്കൂട്ടലുണ്ട്. ഇത്ര ശതമാനം വോട്ട് അവർക്ക് ഉറപ്പുള്ള വോട്ടാണെന്ന്, അല്ലേ? അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പ് അവർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ ഈ ഉറച്ച വോട്ട് കൊണ്ടൊന്നും ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിക്കാറില്ല എന്നതാണ് വസ്തുത. കാരണം അവിടെ അവരുടെ വോട്ട് മാത്രം കൊണ്ട് ജയിക്കില്ല. എന്നാൽ നിഷ്പക്ഷമതികളായ, അതായത് രാഷ്ട്രീയമില്ലാത്ത നിഷ്പക്ഷമതികളായ ചില ആൾക്കാരുണ്ട് ഓരോ നിയോജക മണ്ഡലത്തിലും, ഇല്ലേ? അവരാണ് ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഘടകം. അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവരുടെ ശതമാനം കണക്കാക്കാൻ ആർക്കും പറ്റില്ല. എങ്ങനെയാണ് ചിന്തിക്കുന്നത്? അവർ ആ സ്ഥാനാർത്ഥിയെ പറ്റി ചിന്തിക്കും, അതോടൊപ്പം തന്നെ അന്നേരം ഭരിക്കുന്ന ഭരണകർത്താക്കളെ പറ്റിയൊക്കെ ചിന്തിക്കും, ഇല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന നിഷ്പക്ഷമതികളായ വോട്ടർമാരാണ് അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ ഓരോ മുന്നണിക്കാരും ഇവിടെ ജയിക്കും എന്ന് അവകാശപ്പെടാൻ ഒന്നുമില്ല. കാരണം അവരുടെ സ്ഥിരമായ വോട്ട് കൊണ്ടൊന്നും ജയിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂ ജനറേഷനും അതേപോലെയുള്ള കാര്യങ്ങളും ഇവിടെ വന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓരോ സ്ഥാനാർത്ഥിയുടെയും വിജയത്തെ കുറിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയമില്ലാത്ത ഇവരുടെ വോട്ട് കൊണ്ടാണ്, ഇല്ലേ? അതാണ് സത്യം. ആ രാഷ്ട്രീയമില്ലാത്തവരുടെ വോട്ട് ആരാണാവോ നേടുന്നത് അവർ ജയിക്കും. അതാണ് ഇപ്പൊ കുറെ നാളായിട്ട് കണ്ടുവരുന്നത്. അങ്ങനെയാണ്. കാരണം അവര് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികളെ വിലയിരുത്തി
അതായത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം, നിഷ്പക്ഷരായിട്ടുള്ള ജനവിഭാഗം, അവരാർക്ക് വോട്ട് ചെയ്യുമെന്നും സ്ഥാനാർത്ഥികളെ പറ്റി ചിന്തിച്ചിട്ടായിരിക്കുമല്ലോ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് നിഷ്പക്ഷരായ ജനങ്ങൾ വിലയിരുത്തും ഓരോരുത്തരെയും, ഓരോ മുന്നണിക്കാരെയും അവർ വിലയിരുത്തിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 10 വർഷമായി ഇവിടുത്തെ ഭരണക്കാരുടെ ഭരണത്തെ ഈ നിഷ്പക്ഷമതികൾ വിലയിരുത്തും എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് 10 വർഷമായി ഈ ഭരണക്കാരുടെ ഭരണവും 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ കക്ഷികളുടെ പ്രവർത്തനങ്ങളും ഇവിടുത്തെ നിഷ്പക്ഷരായ രാഷ്ട്രീയ വോട്ടർമാർ വിലയിരുത്തും ഈ ഇലക്ഷന് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പൊ അങ്ങനെയുള്ള വിലയിരുത്തലിൽ പല ഘടകങ്ങളും വന്നു ചേരും, ഇല്ലേ? ഭരണക്കാരെ സംബന്ധിച്ച് അവർക്ക് ഭരണത്തിന്റെ കീഴിൽ നിന്ന് ചെയ്യാവുന്ന പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ പ്രതിപക്ഷത്തിനും അവർക്ക് അവരുടേതായ ചില നിലപാടുകളിലൂടെ പല കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനും അല്ലെങ്കിൽ അതിന് അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുക്കാനും ഒക്കെ അവർക്കും കഴിഞ്ഞിട്ടുണ്ടാവും, ഇല്ലേ? അതെന്താണെന്ന് അവർ ഈ നിഷ്പക്ഷമതികൾ വിലയിരുത്തും. അപ്പോൾ ഒരു കാര്യം, നമുക്ക് ഈ പല ഘടകങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓരോ ഭരണത്തെ വിലയിരുത്തുമ്പോൾ, അതായത് ഭരണക്കാരുടെ ആണെങ്കിലും പ്രതിപക്ഷത്തിന്റെ ആണെങ്കിലും പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ പല ഘടകങ്ങളും അതിൽ വന്നു ചേരും. അതിൽ അപ്പോൾ ചിന്തിക്കുന്ന, അതായത് ഞാൻ ഈ പറഞ്ഞ നിഷ്പക്ഷമതികൾ ചിന്തിക്കുന്ന ചില കാര്യമുണ്ട്. അതായത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം എന്താണ്? നമ്മൾ പ്രബുദ്ധരാണ്, ജനങ്ങൾ സാക്ഷരതയുള്ളവരാണ്, കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ സൗകര്യങ്ങളെപ്പറ്റി, ഇപ്പോഴുള്ള സൗകര്യങ്ങളെപ്പറ്റി ജനങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും. അത് നിഷ്പക്ഷമതികളായ ജനങ്ങൾ ചിന്തിക്കും. അതോടൊപ്പം തന്നെ 10 വർഷത്തിന് മുമ്പുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്തൊക്കെയായിരുന്നെന്ന് അതും ജനങ്ങൾ ചിന്തിക്കും. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ ഉള്ളത്? പഠന സൗകര്യങ്ങളുണ്ട്, സ്കൂളിന്റെ പ്രവർത്തനങ്ങളുണ്ട്, സർക്കാർ ഓഫീസ് സ്കൂളുകളുടെ പ്രവർത്തനങ്ങളുണ്ട്, അവരുടെ കെട്ടിടങ്ങൾ, IT മേഖല, വിദ്യാഭ്യാസത്തിന്റെ IT വിദ്യാഭ്യാസം, ക്ലാസ് മുറികൾ, ലാബറട്ടറി സൗകര്യങ്ങൾ, കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, ഉച്ചഭക്ഷണത്തിന്റെ രീതി, കുട്ടികളുടെ പഠന നിലവാരം, അവരുടെ വിജയ ശതമാനം, അങ്ങനെ പല കാര്യങ്ങളും നിഷ്പക്ഷരായവർ ഈ 10 വർഷത്തെ ഭരണവും അതിനു മുമ്പത്തെ ഭരണവും തമ്മിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു ചിന്തനം നടത്തും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൂടാതെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ, കേരളം ഇപ്പോൾ ചികിത്സാ സൗകര്യങ്ങൾ, ഇപ്പോഴത്തെയുള്ള ചികിത്സാ സൗകര്യവും 10 വർഷത്തിന് മുമ്പുള്ള ചികിത്സാ സൗകര്യങ്ങളും ഈ നിഷ്പക്ഷ രാഷ്ട്രീയമില്ലാത്ത നിഷ്പക്ഷ വോട്ടർമാർ വിലയിരുത്തും. ഇപ്പോഴെന്താണ്? സർക്കാർ ആശുപത്രികളിലെ സേവനങ്ങൾ എന്തെല്ലാമാണ്? ആസ്പത്രിയുടെ കെട്ടിടങ്ങൾ എങ്ങനെയൊക്കെയാണ്? ആധുനികമായ ചികിത്സാ സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഹൃദയം മാറ്റിവെക്കൽ സൗകര്യം വരെയുള്ള സർക്കാർ ആശുപത്രിയിൽ അത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വരെയായി. ഇങ്ങനെയുള്ള ചികിത്സാ സൗകര്യങ്ങളും നിഷ്പക്ഷമായ വോട്ടർമാർ ചിന്തിക്കാൻ ഇടവരുന്ന ഒരു ഇലക്ഷനാണ് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ അതിനുള്ള സൗകര്യങ്ങളാണ്, അതിനുള്ള കാലമാണ് ഇപ്പോൾ വന്നുകൂടുന്നത്. അതുകൂടാതെ 10 വർഷത്തിന് മുമ്പുള്ള നമ്മുടെ റവന്യൂ സൗകര്യങ്ങൾ, അതായത് സർക്കാർ ഓഫീസ് സംബന്ധമായ സൗകര്യങ്ങൾ എന്താണെന്ന് ഈ നിഷ്പക്ഷമതികൾ വിലയിരുത്തും. റവന്യൂ സേവനങ്ങൾ ഇപ്പോഴത്തെ ഉള്ളതും 10 വർഷത്തിന് മുമ്പുള്ളതും എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ ഓരോ കാര്യങ്ങൾക്കു വേണ്ടി സർക്കാർ ഓഫീസ് കയറി ഇറങ്ങേണ്ട കാലം ഇല്ല, ഇല്ലേ? പണ്ടൊക്കെ എന്തൊക്കെയാണ്? ഓരോ കാര്യത്തിനു വേണ്ടി സർക്കാർ ഓഫീസുകൾ നമ്മൾ നിരന്തരം കയറി ഇറങ്ങണം, കൈക്കൂലി കൊടുക്കണം. പല കാര്യങ്ങളിലും കൈക്കൂലി ഇല്ലാതെ ഒരു ഇതിലും സർക്കാർ ഓഫീസിലും ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത
അവസ്ഥ പലർക്കും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള കാലം ഇപ്പം മാറിയിട്ടുണ്ട്. അതായത് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങാതെ അതിനുള്ള മറ്റ് സാഹചര്യങ്ങൾ, അതായത് ഓഫീസിൽ ചെല്ലാതെ തന്നെ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ചെയ്യാവുന്ന പല സൗകര്യങ്ങളും നമ്മളുടെ സർക്കാർ ഓഫീസുകളിൽ ഇപ്പോൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. അതും ഇവിടത്തെ നിഷ്പക്ഷരായ വോട്ടർമാർ വിലയിരുത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ സേവനങ്ങളും 10 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന സേവനങ്ങളും ഇവർ തീർച്ചയായിട്ടും വിലയിരുത്തും. അപ്പോൾ സർക്കാർ സംബന്ധമായ സേവനങ്ങൾക്ക് ഇപ്പോൾ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട കാര്യമില്ലാത്ത ഒരു കാലഘട്ടമായി കേരളം. കരമടക്കല്, അതിനുവേണ്ടി സർക്കാർ ഓഫീസിൽ കയറണമായിരുന്നു, ഇല്ലേ? വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ പല വിധത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി ഓരോന്നിനും പഴയ പോലെ നമ്മൾ ഇപ്പോൾ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട കാര്യമില്ല. അക്ഷയ വഴി വീട്ടിലിരുന്നോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ ഒക്കെ നമ്മൾക്കത് കിട്ടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സർക്കാർ ഓഫീസുകൾ. അപ്പോൾ ഈ നിഷ്പക്ഷമതികൾ ഇതും സർക്കാർ സേവനങ്ങളും മുൻപുണ്ടായിരുന്നതും ഇപ്പുണ്ടായിരുന്നതും അവർ വിലയിരുത്തിയായിരിക്കുള്ളൂ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ റോഡ് സൗകര്യങ്ങൾ 10 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന റോഡ് സൗകര്യങ്ങളാണോ ഇപ്പോഴുള്ളത്? പല റോഡുകളും ഹൈടെക്കായി മാറിയ അവസ്ഥയാണ്. നാഷണൽ ഹൈവേ, PW റോഡ്, സംസ്ഥാന പാതകൾ, ഇത് പലതും ഇപ്പോഴത്തെ സൗകര്യങ്ങളും 10 വർഷത്തിന് മുൻപുണ്ടായ സൗകര്യങ്ങളും ഒന്ന് വിലയിരുത്തേണ്ട കാലമാണ് ഈ സമയം, ഇല്ലേ? അപ്പൊ നിഷ്പക്ഷമതികൾ ഇതും വിലയിരുത്തും. റോഡ് സൗകര്യങ്ങൾ, ഇപ്പോഴുള്ള റോഡ് സൗകര്യവും അതേപോലെ മുൻപുണ്ടായിരുന്ന റോഡ് സൗകര്യങ്ങളും നിഷ്പക്ഷമതികൾ വിലയിരുത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ പവർ കട്ട്, ഇപ്പോൾ അത് കേൾക്കാനില്ല, ഇല്ലേ? 10 വർഷം മുമ്പ് ഇതായിരുന്നു സ്ഥിതി. ഇപ്പോഴുള്ള 10 വയസ്സായ ഒരു കൊച്ചുകുട്ടിനോട് പവർ കട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ അറിയില്ല. പവർ കട്ടാ അതെന്താണെന്ന് ചോദിക്കുക, ഇല്ലേ? നമ്മളൊക്കെ കുറെ അനുഭവിച്ചതാണ്. അപ്പൊ പവർ കട്ട് ഇല്ലാത്ത ഒരു 10 വർഷമാണ് കേരളം ഇപ്പൊ അനുഭവത്തിലുള്ളത്. ഇവിടെ 10 വർഷമായിട്ട് പവർ കട്ടില്ല. 10 വർഷത്തിന് മുമ്പ് ഇതായിരുന്നു അവസ്ഥ. ഇതും ഇവിടുത്തെ നിഷ്പക്ഷരായ വോട്ടർമാർ ചിന്തിക്കും. അപ്പൊ പവർ കട്ട് മൂലം തൊഴിലാളികളുടെ എത്ര ദിവസത്തെ തൊഴിൽ നഷ്ടം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? പലർക്കും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആഴ്ചയിൽ 1-2 ദിവസം വരെ 1-2 ദിവസമൊക്കെ ജോലി കിട്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളൂ. 8 മണിക്കൂർ പണിയെടുക്കുന്നവര് 2 മണിക്കൂർ പണി വരെ കഷ്ടിച്ച് കിട്ടിയാലായി. അങ്ങനത്തെ ഒരു കാലം പവർ കട്ടിന്റെ സമയത്ത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? പവർ കട്ട് മൂലം തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെട്ടിരുന്ന ഒരു കാലം. അതുകൂടാതെ വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും വീട്ടിലെ മറ്റുള്ളവർക്കും മണ്ണെണ്ണ വിളക്കിനെ ആശ്രയിക്കേണ്ട ഒരു കാലം 10 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. അതും നിഷ്പക്ഷമതികൾ വിലയിരുത്തി വോട്ട് ചെയ്യുന്ന ഒരു സമയമായിരിക്കുള്ളൂ ഈ സമയം. ഇനി ഇതുകൂടാതെ ജനങ്ങളുടെ ക്ഷേമ പെൻഷൻ, ഇത് 10 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു? ഈ 10 വർഷം മുമ്പ് കിട്ടിയിരുന്ന ക്ഷേമ പെൻഷനാണോ ഇപ്പൊ കിട്ടുന്നത്? അല്ലല്ലോ. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. അയാളൊരു തട്ടിപ്പ് ജ്യോത്സ്യനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തട്ടിപ്പ് ജ്യോത്സ്യനൊന്നുമല്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ജ്യോത്സ്യനാണെന്ന് വിചാരിച്ച് അവന് കാര്യങ്ങൾ തുറന്നു പറയാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അപ്പൊ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നു. അപ്പൊ ജനങ്ങളുടെ ക്ഷേമ പെൻഷൻ
10 വർഷത്തിനു മുമ്പ് കിട്ടിയിരുന്നത് ഇപ്പോൾ ആ അവസ്ഥ മാറി. എല്ലാ മുടക്കുകളും ഇല്ലാതെ, മുടക്കുകളെല്ലാം തീർന്ന് കൃത്യമായി മാസം 2000 രൂപ വരെ ഒരു വ്യക്തിക്ക് കിട്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. 3 പേരുള്ള 60 വയസ്സ് കഴിഞ്ഞ 3 പേരുള്ള ഒരു കുടുംബത്തിൽ 6000 രൂപ ഒരു മാസം ആ കുടുംബത്തിൽ വരുമാനം കിട്ടുന്നതാണ്. അത് നിസ്സാര കാര്യമാണ്, അല്ലല്ല, നിസ്സാര കാര്യമല്ല. അപ്പൊ പ്രതിമാസം 6000 രൂപ എന്നുള്ളത് ചെറിയ കാര്യമല്ല. പല കുടുംബങ്ങളും ഈ കാശിന് വേണ്ടി ഇപ്പൊ കാത്തിരിക്കുന്ന ആൾക്കാരാണ്. കൃത്യമായിട്ട് ആ മാസം അവർക്ക് ആ പെൻഷൻ കിട്ടും എന്നുള്ള ഒരു ചിന്ത പലരുടെ മനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അതും നിഷ്പക്ഷരായ ജനങ്ങൾ വോട്ടിൽ പ്രതിഫലിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് ജോലിയില്ലാത്ത വീട്ടമ്മമാർക്ക് 1000 രൂപ പ്രതിമാസ പെൻഷൻ കൊടുക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചു. അതിനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു. ഇതും ചെറിയ കാര്യമല്ല. നല്ലൊരു ശതമാനം വീട്ടമ്മമാർക്കും അവരുടെ കയ്യിലേക്ക് 1000 രൂപ കിട്ടാൻ പോകുന്ന സമയമാണ്. അതുകൂടാതെ ഇതൊക്കെ പലരും പറയുമ്പോൾ ഈ രാഷ്ട്രീയക്കാരായ ചില ആൾക്കാർ പറയും, അതായത് കടുത്ത രാഷ്ട്രീയമുള്ളവര്, അവര് പറയും ഇത് കടം മേടിച്ചിട്ടല്ലേ കൊടുക്കണേന്ന് ചോദിക്കും. ഈ കേരള ഗവൺമെന്റ് ഇങ്ങനെ കടമെടുത്തിട്ടല്ലേ ഇതൊക്കെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ ഇന്ത്യയിലെ 27 സ്റ്റേറ്റുകളിൽ അവരുടെ ആ കടമെടുപ്പ് കണക്കെടുത്ത് നോക്കുമ്പോൾ കേരളം വളരെ പിന്നിലാണ്. കടം കൂടുതലെടുത്ത മുന്നിലുള്ള ഒരുപാട് സ്റ്റേറ്റുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പൊ കേരളം അത്ര വലിയ കടക്കെണിയിലാണ് എന്ന് പറയാൻ പറ്റില്ല. മറ്റവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കടമുണ്ട്, ഇല്ലെന്നുമല്ല. കടം മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കടം കുറവാണ് ഈ കേരളത്തിൽ. അതുകൂടാതെ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിട്ടുള്ള പല പദ്ധതികളും ഈ സർക്കാരിന് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് സർക്കാരിന് ചെയ്തു തീർക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന പദ്ധതികൾ? അതായത് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ഒരു കാര്യമാണ് ഈ ഗ്യാസ് പൈപ്പ് ലൈൻ, അല്ലേ? അത് വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ ഇപ്പോഴത്തെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. അതുപോലെ നടക്കില്ലെന്ന് കരുതിയ നാഷണൽ ഹൈവേ NH-66 ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ യാത്രാ സൗകര്യങ്ങൾ, മെട്രോ യാത്രകൾ, വൃദ്ധന്മാർക്കും വൃദ്ധകൾക്കും അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ, ഇതെല്ലാം ഈ ഇപ്പോൾ ഭരിക്കുന്ന ഭരണക്കാരുടെ ഭരണ നേട്ടങ്ങളാണെന്ന് തന്നെ പറയണം. അത് ചെയ്ത കാര്യം ചെയ്തെന്ന് തന്നെ പറയണ്ടേ. അപ്പൊ ഈ 10 വർഷത്തിൽ ഉണ്ടായ, അതുകൂടാതെ ഈ 10 വർഷത്തിൽ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ അത് നമ്മൾ കാണാതെ പോകരുത്. എന്തൊക്കെയാണ് പ്രകൃതി ദുരന്തങ്ങൾ? എന്തൊക്കെയുണ്ടായി? പ്രളയം, കൊറോണ, ഓഗി, നിപ്പ, അതുകൂടാതെ വയനാട്ടിലെയും ചൂരൽമലയിലെയൊക്കെ ജനങ്ങളുടെ വീട് നഷ്ടപ്പെട്ട്, ഭൂമി നഷ്ടപ്പെട്ട്, ജീവന ഉപാധികൾ നഷ്ടപ്പെട്ട് അവരുടെ കഷ്ടപ്പാടുകൾക്ക്, അതോടൊപ്പം അവരുടെ പുനരധിവാസത്തിന് സർക്കാർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷം അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും ഞാൻ അവരെ കുറച്ച് കാണുന്നില്ല. കാരണം ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വന്നപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഒന്നിച്ചു നിന്ന് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ നിഷ്പക്ഷമായ വോട്ടർമാർ അവർക്ക് മാർക്കിട്ടിട്ടുണ്ട്. ഇത്ര ശതമാനം
ഇവർക്ക് നല്ല മാർക്കുണ്ട്, ഇത്ര ശതമാനം ഇവർക്ക് ചീത്ത മാർക്കുണ്ട് എന്നുള്ള ഒരു ഇവരുടെ പ്രവർത്തനത്തെ ഇവർ വിലയിരുത്തിയിട്ടുണ്ട്. അതായത് ഈ പ്രകൃതി ദുരന്തങ്ങളിലും അതേപോലെയുള്ള മറ്റ് കാര്യങ്ങളിലും എല്ലാം ഇപ്പോഴും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പൊ ഇതൊന്നും ഒരു ഇതിപ്പോ ചിലവര് ചോദിക്കും, ഈ ജനങ്ങളെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതായത് ചില കടുത്ത രാഷ്ട്രീയ ഉള്ള ചില ആൾക്കാർ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന ആൾക്കാർ ചോദിക്കും, ഈ രാഷ്ട്രീയക്കാരുടെ കുടുംബത്തിൽ നിന്നാണോ ഇത് കൊടുക്കുന്നത്? ഇല്ലേ? തീർച്ചയായിട്ടും ചോദിക്കൂലേ? ഇതൊന്നും ഒരു ഭരണക്കാരുടെയും കുടുംബത്തിൽ നിന്നും എടുത്തു കൊടുക്കുന്നതല്ലല്ലോ. അല്ല, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് ഇത് എടുത്തു കൊടുക്കുന്നത്, ഇല്ലേ? അല്ലെങ്കിൽ ജനങ്ങൾ ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോഴും അതേപോലെ മറ്റ് ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോഴും ഉദാരമതികളായവർ സംഭാവന കൊടുക്കുന്ന കാശും നികുതിപ്പണം കൂടാതെ സർക്കാരിന് എടുത്ത് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, ഇല്ലേ? അതിൽ നിന്നാണ് ഇവരെ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഇവിടെ ചോദിക്കാം, അതായത് ഈ രാഷ്ട്രീയക്കാർ ചോദിക്കുമല്ലോ, ഇവരുടെ കുടുംബത്തിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്? അല്ലല്ല, ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ മന്ത്രിമാരുടെ കുടുംബത്തിൽ നിന്നല്ല എടുത്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ നിന്നല്ലല്ലേ കാശ് കൊടുക്കുന്നത്, ജനങ്ങളുടെ നികുതിപ്പണമല്ലേ. അപ്പോൾ നിഷ്പക്ഷമതികളായ ചിലർ തിരിച്ചു ചോദിച്ചെന്ന് വരും, എന്ത്, ഇത് 10 വർഷത്തിന് മുമ്പും ഇവിടെ പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇതേപോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, അന്നൊന്നും ഇവിടുത്തെ ജനങ്ങളുടെ നികുതിപ്പണം ഉണ്ടായില്ലേ ഇവിടെ എടുത്തു കൊടുക്കാൻ? അല്ലെങ്കിൽ മന്ത്രിമാരുടെ കുടുംബത്തിൽ നിന്ന് കാശ് എടുത്തു കൊടുത്തിട്ട് വേണോ അതിനെ കൊടുക്കേണ്ടിയിരുന്നത്? എന്തുകൊണ്ട് കൊടുത്തില്ല? അതൊരു ചോദ്യമല്ലേ, നിഷ്പക്ഷമതികൾ ചോദിക്കും. കാരണം ഇപ്പോ സർക്കാർ കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതിപ്പണം. ഈ നികുതിപ്പണം പണ്ടും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. 10 വർഷത്തിന് മുമ്പുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കും ഒക്കെ സമയങ്ങൾ ഉണ്ടായപ്പോ അന്നത്തെ സർക്കാരിനും അത് ചെയ്യാമായിരുന്നു, ഇല്ലേ? അതെന്തുകൊണ്ട് ചെയ്തില്ല? അപ്പൊ അതൊരു തീർച്ചയായിട്ടും ഇവിടുത്തെ നിഷ്പക്ഷമായ ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിനു മുമ്പും ഇവിടെ സർക്കാർ ഉണ്ടായിരുന്നു, ഇല്ലേ? ജനങ്ങളുടെ നികുതിപ്പണവും ഉണ്ടായിരുന്നു. അന്നൊന്നും ഇവർ അവരുടെ കുടുംബത്തിൽ നിന്നൊന്നും എടുത്തു കൊടുക്കാതെ കൊടുക്കാമായിരുന്നു. പക്ഷെ കൊടുത്തില്ല എന്നാണ് ഭൂരിപക്ഷ ആൾക്കാരുടെ അഭിപ്രായം. അപ്പൊ ഇതുകൊണ്ട് ഇതൊക്കെ ഞാൻ ചെറിയ കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നെ ആരും ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മുദ്ര കുത്തേണ്ട കാര്യമില്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ല. ജനങ്ങൾക്ക് എന്താണാവോ നല്ലത് കിട്ടുന്നത് ആ നല്ല കാര്യങ്ങൾ പറയുന്ന ഒരു ജ്യോത്സ്യനാണ് ഞാൻ. അല്ലാതെ ഞാൻ ആരെയും മോശക്കാരനാക്കാനോ അല്ലെങ്കിൽ ആർക്കും വോട്ട് കിട്ടാതിരിക്കാനോ അല്ലെങ്കിൽ ആരെയും ജയിപ്പിക്കാതിരിക്കാനോ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല. ഈ 10 വർഷമായിട്ട് ഇവിടുത്തെ സർക്കാർ ജനങ്ങൾക്ക് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ രാഷ്ട്രീയമില്ലാത്ത ജനങ്ങൾ, അതായത് എന്നെ പോലെയുള്ള ജനങ്ങൾ ഇതിനെ ഈ ഇലക്ഷൻ സമയത്ത് ഇത് ചിന്തിച്ച് എന്ന് വരും. അപ്പൊ നിഷ്പക്ഷമായി ഇങ്ങനെ ചിന്തിച്ചാൽ ഈ ഇടതുപക്ഷ സർക്കാർ തുടർ ഭരണത്തിലേക്ക് വരും എന്നാണ് എന്നെ പോലെയുള്ള നിഷ്പക്ഷമതികളുടെ വിചാരം. അത് ഞാനിവിടെ തുറന്നു പറയുകയും ചെയ്യുകയും, അതായത് ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ കഴിവുകൾ, അവർ ചെയ്ത പ്രവർത്തനങ്ങൾ ഓരോന്നായി ഇവിടുത്തെ നിഷ്പക്ഷമതികൾ വിലയിരുത്തി വോട്ട് ചെയ്യും. ആ വോട്ട് ഇവിടുത്തെ തുടർ ഭരണത്തിനുള്ള ഒരു വോട്ടായി ചിലപ്പോൾ അത് മാറി എന്ന് വരും. അപ്പൊ അതുകൊണ്ട് ദയവായി എന്നെ ആരും കല്ലെറിയണ്ട,
അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നെഗറ്റീവ് കമന്റുകൾ എൻ്റെ ഇതിൽ വരാറുണ്ട്. അത് വരും, അത് ഉറപ്പാണ്. അപ്പൊ അത് ഞാൻ അതിനെ അതേപോലെ തന്നെ കാണുകയും ചെയ്യും. എനിക്ക് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും കേരളം ഭരിക്കണമെന്നുള്ള വലിയ ആഗ്രഹമൊന്നുമില്ല. ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന സർക്കാർ വരണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ചില ആൾക്കാർ ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ നിഷ്പക്ഷമായി ചില കാര്യങ്ങൾ ചിന്തിക്കും. അവർ ഈ ഇടതുപക്ഷ ഗവൺമെന്റിന് വേണ്ടി ചിലപ്പോൾ തുടർ ഭരണത്തിന് വേണ്ടി വോട്ട് ചെയ്തെന്നും വരും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.